ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കളി നടക്കുകയാണ്. ആ കളി BJPയുടെ കൃത്യമായിട്ടുള്ള പദ്ധതി പ്രകാരം നടക്കുന്ന കളിയാണ്. സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ ആ കളിക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും നൽകുന്നുണ്ട്. അങ്ങനെ നൽകിയ ഒരു മറുപടിയാണ് കർണാടകയിലെ അധികാരം തിരിച്ചു പിടിച്ചുള്ള BJPയുടെ കടന്നുവരവ്. സംശയം വേണ്ട, നീക്കങ്ങളൊക്കെ വളരെ ശക്തമായാണ് അവർ കർണാടകയിൽ നടത്തിയത്. 6ാമത്തെ തവണയാണ് അവിടെ അവർ അധികാരത്തിലേക്ക് കടന്നുപോയത്. അതുവരെ അവരോട് പൊരുതി നിന്നു. പക്ഷെ ഒടുവിൽ തോൽവി ഏറ്റുവാങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് JDS ടീം കടന്നു പോവുകയും ചെയ്തു. എന്നാൽ ഈ സമയം കർണാടകയിലെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നേതൃത്വം കമൽനാഥിനെ കർണാടകയിലേക്ക് അയക്കുന്നു. കമൽനാഥ് അവിടെ എത്തി കർണാടകയിലെ പ്രതിസന്ധി തരണം ചെയ്തില്ല എങ്കിൽ പോലും കമൽനാഥ് വ്യക്തമായി പഠിക്കുകയുണ്ടായി എന്താണ് ഇവർ ചെയ്യുന്ന നീക്കം. ആ നീക്കത്തെ എങ്ങനെ മധ്യപ്രദേശിലേക്ക് കടന്നു വന്നാൽ പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടി സാധിക്കും. ആ നീക്കത്തിന്റെ ഭാഗമായി അദ്ദേഹം കൃത്യമായിട്ടുള്ള ചില പദ്ധതികൾ മധ്യപ്രദേശിൽ ആസൂത്രണം ചെയ്തു. ജൂലൈ 24-ന് ക്രിമിനൽ ഭേദഗതി ബില്ല് നിയമസഭയിൽ പാസാക്കുന്നതിനിടയിൽ സ്പീക്കറെ കൂടാതെ 120 പേരുടെ ബലമായിരുന്നു അവിടെ കോൺഗ്രസിനുണ്ടായിരുന്നത്. എന്നാൽ 2 പേരുടെ അധിക വോട്ടുകൾ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നു. ആ 2 പേർ BJP MLA-മാരാണ് കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നത്. നാരായൺ ത്രിപാഠിയും ശരത് കോളും 2 പേരും പഴയ കോൺഗ്രസ് പ്രവർത്തകരാണ്. അവർ 2 പേരും കോൺഗ്രസിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്നു. ഇവർ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കുന്നു, കോൺഗ്രസിലേക്ക് കടന്നു വരുന്നു. ഇത് വലിയ തിരിച്ചടിയായി BJP കണക്ക് കൂട്ടുന്നു. കാരണം കമൽനാഥ് കർണാടകയിൽ BJP എന്താണ് ചെയ്തത്? അതിനെ ജനാധിപത്യ മര്യാദകളോട് ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ച കോൺഗ്രസ് JDS ടീമിന് പരാജയമാണ് അവിടെ സമാനമായി ലഭിച്ചത്. മറിച്ച് അതേ കളിയിൽ ചുട്ട മറുപടി നൽകിയാൽ അവർക്കും വേദന തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. അതായിരുന്നു മധ്യപ്രദേശിൽ കമൽനാഥ് കാഴ്ചവെച്ചത്. അദ്ദേഹം വീണ്ടും ചില നീക്കങ്ങൾ മധ്യപ്രദേശിൽ നടത്തി. മധ്യപ്രദേശിലെ ഷിയോപൂരിൽ നിന്നുള്ള MLA ആയിട്ടുള്ള സീതാറാം ആദിവാസിയെ അദ്ദേഹം കാണാൻ വേണ്ടി പോകുന്നു. അദ്ദേഹമല്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാർ കാണാൻ വേണ്ടി പോകുന്നു. സീതാറാം ആദിവാസിക്ക് പണം ഓഫർ ചെയ്യുന്നു, അധികാരം ഓഫർ ചെയ്യുന്നു, കോൺഗ്രസിലേക്ക് വരണമെന്ന് പറയുന്നു. അദ്ദേഹം ചെറിയ സമീപനം കോൺഗ്രസുമായി കാണിക്കുന്നു. എന്നാൽ ഇത് വലിയ രീതിയിൽ വാർത്തയാക്കപ്പെട്ടപ്പോൾ BJP നേതൃത്വം ഇടപെടൽ നടത്തിയപ്പോൾ ആദിവാസി തന്നെ കടന്നു വന്ന് പറയുകയുണ്ടായി. സീതാറാം ആദിവാസി തന്നെ പറയുന്നു, എന്നെ കോൺഗ്രസ് നേതാക്കന്മാർ കാണാൻ വേണ്ടി വന്നിരുന്നു എന്ന്. അപ്പോൾ മധ്യപ്രദേശിൽ BJPക്ക് നല്ല കലക്കൻ മറുപടിയാണ് കമൽനാഥ് നൽകിക്കൊണ്ടുള്ളത്. ഇത് ഒരു തിരിച്ചടിയുടെ സൂചനയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവർ കളിക്കുന്ന കളി കോൺഗ്രസിനും കളിക്കാൻ അറിയാം. ജനാധിപത്യ മര്യാദകളെ ലംഘിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ കോൺഗ്രസിനും അത് കഴിയുമെന്ന് കമൽനാഥ് മധ്യപ്രദേശിൽ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ചില നിർണായക നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരു MLA കൂടി കോൺഗ്രസിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ടെന്ന് BJP നേതൃത്വം തന്നെ പറയുന്ന ഒരവസ്ഥയിലേക്ക് മധ്യപ്രദേശ് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കർണാടകയിൽ കിട്ടിയ പണിക്ക് മധ്യപ്രദേശിൽ 8ന്റെ പണി തിരിച്ചു കൊടുക്കാൻ അറിയുമെന്നാണ് കമൽനാഥ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്നത് കോൺഗ്രസിന് കക്കാൻ മാത്രമേ അറിയൂ എന്ന് പറഞ്ഞതുപോലെയാണ്. കക്കാനും നിൽക്കാനും BJPക്കാർക്ക് അറിയും. പക്ഷേ കോൺഗ്രസിന്റെ ചില MLA-മാർക്ക് കക്കാൻ മാത്രമേ അറിയൂ എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ ഇവിടെയൊക്കെ കണ്ടത്. കക്കാനും നിൽക്കാനും അറിഞ്ഞാൽ മാത്രമേ ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മധ്യപ്രദേശിൽ കൃത്യമായ പദ്ധതി പ്രകാരം കമൽനാഥ് മുന്നോട്ട് പോകുമ്പോൾ BJPക്ക് ചെറിയ ഭയം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് കളിയറിയാവുന്നവർ കളിക്കേണ്ട രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ മറുപടി നൽകാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.